നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാനഡ അതിർത്തിയിലൂടെ US-ലേക്ക് ഇന്ത്യക്കാരെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ചില കമ്പനികൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിലാണ്. ചില കനേഡിയൻ കോളേജുകളെക്കുറിച്ചും ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തെക്കുറിച്ചും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നു. 2022 ജനുവരി 19 കാനഡ US അതിർത്തിയിൽ അനധികൃതമായി US-ലേക്ക് കടക്കാൻ ശ്രമിച്ച 4 ഇന്ത്യൻ കുടുംബം. കൊടും തണുപ്പിനെ തുടർന്ന് ഈ 4 പേരും അവിടെ മരിച്ചിരുന്നു. ഈ സംഭവത്തിൽ മുഖ്യപ്രതിയായ ഭവേഷ് അശോക് ഭായ് പട്ടേലിനും മറ്റു ചിലർക്കുമെതിരെ അഹമ്മദാബാദ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിന്റെ FIR-ൽ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച പരാമർശങ്ങളുണ്ട്. വലിയൊരു റാക്കറ്റാണ് ഈ മനുഷ്യക്കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. US-ലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കണ്ടെത്തി കാനഡ ആസ്ഥാനമായുള്ള കോളേജുകളിലും സർവകലാശാലകളിലുമൊക്കെ അഡ്മിഷൻ ഏർപ്പാട് ചെയ്യും. തുടർന്ന് സ്റ്റുഡന്റ് വിസയിൽ ഇവരെ കാനഡയിലെത്തിക്കും. അതിനുശേഷമാണ് കോളേജുകളിൽ ചേരുന്നതിന് പകരം നിയമവിരുദ്ധമായി US-ലേക്ക് കടക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുക. ഇത്തരത്തിൽ US-ലേക്ക് കടത്താൻ 55 ലക്ഷം രൂപ മുതൽ 60 ലക്ഷം രൂപ വരെ ഇവർ ആളുകളിൽ നിന്ന് ഈടാക്കിയിരുന്നു. ഡിസംബർ 10, 19 തീയതികളിലായി മുംബൈ, നാഗ്പൂർ, ഗാന്ധിനഗർ, വഡോദര എന്നിവിടങ്ങളിലെ 8 സ്ഥലങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുംബൈയിലും നാഗ്പൂരിലും നടന്ന റെയ്ഡിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ ഇന്ത്യക്കാരെ പ്രവേശിപ്പിക്കുന്നതിന് കരാർ ഉണ്ടാക്കിയ ചില കമ്പനികളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. ഓരോ വർഷവും ഇവർ ഏകദേശം 35,000-ഓളം വിദ്യാർത്ഥികളെ ഇന്ത്യക്ക് പുറത്തുള്ള വിവിധ കോളേജുകളിലേക്ക് റഫർ ചെയ്യുന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. ഈ റാക്കറ്റിൽ ഗുജറാത്ത് കേന്ദ്രീകരിച്ച് 1,700-ഓളം ഏജന്റുമാർ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലുടനീളം 3,500-ഓളം ഏജന്റുമാർ. ഇവരിൽ 800-ഓളം പേർ സജീവമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. കാനഡ ആസ്ഥാനമായുള്ള 112 കോളേജുകൾ ഒരു സ്ഥാപനവുമായും 150-ലധികം കോളേജുകൾ മറ്റൊരു സ്ഥാപനവുമായും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് മെയ്ഡി കണ്ടെത്തി. ഇതിൽ കണ്ടെത്തിയ 262 കോളേജുകളും US കാനഡ അതിർത്തിയിൽ പ്രവർത്തിക്കുന്നവയാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിവരുന്നുവെന്നാണ് പറയുന്നത്. ഈ പരിശോധനയെ തുടർന്ന് 19 ലക്ഷത്തിലധികം രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങൾ ED മരവിപ്പിച്ചിരുന്നു. 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു. കുറ്റകരമായ രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളുമൊക്കെ പരിശോധനയിൽ കണ്ടുകിട്ടി. മനുഷ്യക്കടത്തിന് ഒരു അന്താരാഷ്ട്ര സിൻഡിക്കേറ്റ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. സ്റ്റുഡൻസ് വിസ വഴി ഇന്ത്യൻ പൗരന്മാരെ കാനഡ വഴി US-ൽ എത്തിക്കാമെന്നാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ കാനഡയിൽ എത്തിക്കഴിഞ്ഞാൽ കോളേജുകളിൽ ചേരുന്നതിന് പകരം US കാനഡ അതിർത്തി കടക്കുന്നു. പിന്നീട് കോളേജുകളിൽ അടച്ച ഫീസ് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നുവെന്നാണ് ED കണ്ടെത്തിയത്. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പായി പല US കോളേജുകളും ക്യാമ്പസുകളിലുമൊക്കെ ഭയവും അനിശ്ചിതത്വവും നിലനിൽക്കുന്നു. ട്രംപ് അധികാരത്തിലെത്തിയാൽ US ഇമിഗ്രേഷൻ നയങ്ങളിൽ മാറ്റമുണ്ടാകും എന്ന ഭയമാണ് പല പ്രവർത്തനങ്ങൾക്കും കാരണം. വിദേശ വിദ്യാർത്ഥികളോട് ശൈത്യകാല അവധിക്ക് മുൻപ് മടങ്ങിയെത്താൻ ഇപ്പോൾ സർവകലാശാലകളും കോളേജുകളുമൊക്കെ തിരക്കിട്ട് ആവശ്യപ്പെടുന്നു. 1ാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് സമാനമായ യാത്രാ നിരോധനം പോലുള്ള നയങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭയമാണ് ഇതിനെയൊക്കെ പിന്നിൽ. 2023-24 അധ്യയന വർഷത്തിൽ 1.1 ദശലക്ഷത്തിലധികം അന്തർദേശീയ വിദ്യാർത്ഥികളാണ് US കോളേജുകളിലും സർവകലാശാലകളിലുമൊക്കെ ചേർന്നത്. ജനുവരിയിൽ അധികാരമേറ്റാലുടൻ ഇമിഗ്രേഷൻ നയം കൂടുതൽ കർക്കശമാക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. US സർവകലാശാലയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്. 2ാമത് ചൈനയും 3ാമത് ദക്ഷിണ കൊറിയക്കാരും. കുടിയേറ്റ നിയമങ്ങൾ ഡൊണാൾഡ് ട്രംപ് കടുപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലും അതിനുശേഷവുമൊക്കെ ഇക്കാര്യം ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ എത്രയും പെട്ടെന്ന് രാജ്യത്ത് നിന്ന് ഒഴിവാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ പ്രത്യേക ടീമിനെ ഇതിനകം തന്നെ ട്രംപ് ചുമതലപ്പെടുത്തിയിരുന്നു. 2024-ലെ കണക്കുകൾ ചിലത് പറഞ്ഞു തരും. 2024-ൽ ഓരോ 6 മണിക്കൂറിലും ഒരു ഇന്ത്യക്കാരനെ US നാടുകടത്തിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. ഡിസംബർ 19 US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നത്. 2021-നെ അപേക്ഷിച്ച് 2024-ൽ US-ൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ 400% വർധനവ് വന്നിരിക്കുന്നു. 2021-ൽ 292 ഇന്ത്യക്കാരെയാണ് US നാടുകടത്തിയത് എങ്കിൽ 2024 ഇത് 1529 ഉയർന്നു.
ആഗോളതലത്തിൽ 21-ൽ 59,011 പേരെ US നാടുകടത്തിയപ്പോൾ 2024 ഇത് 2,71,484 US കുടിയേറ്റ നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇന്ത്യയും USഉം തമ്മിലുള്ള ഉഭയകക്ഷി കരാറുകൾ എന്നിവയാണ് നാടുകടത്തുന്നവരുടെ എണ്ണത്തിൽ ഇപ്പോൾ വർധനവുണ്ടാകാൻ കാരണമെന്ന് ഇന്ത്യൻ അധികൃതർ പറയുന്നു. 2024 കണക്കുകളിൽ വന്ന വർധനവ് നിയമവിരുദ്ധമായി USൽ തുടരുന്നവരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാകാം എന്നും അധികൃതർ വിലയിരുത്തുന്നു. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന 2019-20 വർഷങ്ങളിൽ 3,928 ഇന്ത്യക്കാരെയാണ് അന്ന് USൽ നിന്ന് നാടുകടത്തിയത്. ജോ ബൈഡൻ ഭരിച്ച 4 വർഷങ്ങളിൽ 3,467 ഇന്ത്യക്കാരെ നാടുകടത്തി. ഇപ്പോൾ ഏതാണ്ട് 18,000-ഓളം ഇന്ത്യക്കാർ നാടുകടത്തൽ ഭീഷണിയിൽ USൽ കഴിയുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അനധികൃതമായി കുടിയേറിയ 14.4 ലക്ഷം പേർ നാടുകടത്തൽ ഭീഷണിയിലാണ് എന്ന റിപ്പോർട്ടുകൾ ശക്തം. ഇതിൽ 17,490 പേർ ഇന്ത്യക്കാർ. അതിർത്തിയിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശമാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിലെത്തിയാൽ അനധികൃത കുടിയേറ്റങ്ങൾക്ക് കടിഞ്ഞാണിടും എന്ന ഭീതിയാണ് പലർക്കും. കാനഡ വഴി അമേരിക്കയിലേക്കുള്ള മനുഷ്യക്കടത്തിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഇന്ത്യ അമേരിക്കയ്ക്ക് കൈമാറുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.